ഇതിപ്പോ എന്താ ആമയും മുയലും പന്തയം വെച്ച കഥ ലൈവായി കാണുന്നത് പോലെയുണ്ടല്ലോ. ന്യൂസിലാൻഡിനെതിരായ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ പാകിസ്ഥാന്റെ ബാബർ അസമിന്റെ ബാറ്റിംഗിന് പിന്നാലെ മുൻ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്. ഒരുപക്ഷെ പാക് ന്യൂസിലാൻഡ് മത്സരം കണ്ട എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാൻ 60 റൺസിന് പരാജയപ്പെട്ടതിന് പിന്നാലെ ബാബർ അസമിനെ നിർത്തിപ്പൊരിക്കുകയാണ് ആരാധകർ. ന്യൂസിലാൻഡിനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയിട്ടും ബാബറിന് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്: ബാബറിന്റെ സ്ലോ ബാറ്റിംഗ്. 81 പന്തിലാണ് പാകിസ്ഥാന്റെ മുൻ നായകൻ 50 തികച്ചത്. ഓപ്പണറായി ക്രീസിലെത്തിയ ബാബർ 90 പന്തുകളിൽ നിന്ന് 6 4ഉം 1 6ഉം ഉൾപ്പെടെ 64 റൺസ് നേടിയാണ് പുറത്തായത്. സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ വെറും 71.11 മാത്രം. 320 റൺസ് എന്ന വലിയ സ്കോർ ചേസ് ചെയ്യുമ്പോഴായിരുന്നു ബാബറിന്റെ ഈ മെല്ലെപ്പോക്ക്. റിസ്ക് എടുത്ത് 4ഓ 6ഓ നേടാൻ മാത്രമല്ല, സിംഗിളും ഡബിളും എടുത്ത് സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ പോലുമുള്ള ശ്രമങ്ങൾ ബാബറിന്റെ ഭാഗത്ത് നിന്ന് കണ്ടില്ല. ആദ്യത്തെ 10 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 22 റൺസ് മാത്രമായിരുന്നു പാകിസ്ഥാന്റെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. പവർ പ്ലേ കഴിയുമ്പോൾ ബാബറിന്റെ വ്യക്തിഗത സ്കോർ ആവട്ടെ 27 പന്തിൽ 12 റൺസും. 14 പന്തിൽ 3 റൺസുമായി ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാൻ കൂടി മുട്ടിക്കളിച്ചതോടെ പാകിസ്ഥാൻ തുടക്കത്തിലെ സമ്മർദ്ദത്തിലായി. 52 ഡോട്ട് ബോളുകളാണ് ബാബറിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത്. പാകിസ്ഥാന്റെ തോൽവി 60 റൺസിനായിരുന്നുവെന്നു കൂടി ഓർക്കണം. ബാബർ കൂടുതൽ അഗ്രസീവായി ഒരുപക്ഷെ ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ പാക് ടീമിന് ചേസ് ചെയ്യാമായിരുന്ന ടോട്ടലായിരുന്നു ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ബാബറിന്റെ സ്ലോ ബാറ്റിംഗ് പാക് ടീമിനെ ശരിക്കും കുഴപ്പിച്ചു. 34-ാം ഓവറിൽ 6ാമനായി ബാബർ പുറത്താവുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ വെറും 153 റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാബറിന്റെ ഇന്നിംഗ്സ് കാരണമാണ് റിക്വയർഡ് റൺ റേറ്റ് ഉയർന്നതും ആക്രമിച്ചു കളിക്കാൻ പാകിസ്ഥാൻ താരങ്ങൾ നിർബന്ധിതരായതും. ഇതേ തുടർന്ന് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്ന സൽമാൻ അഗയുടെ വിക്കറ്റ് അടക്കം നഷ്ടമായതോടെ പാകിസ്ഥാൻ 47.2 ഓവറിൽ 260 റൺസിന് ഓൾ ഔട്ടായി. പാകിസ്ഥാൻ ടീമിന്റെ തോൽവിക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് ബാബർ അസം നേരിടുന്നത്. വമ്പൻ അടികൾ വേണ്ട സാഹചര്യത്തിലും ബാബർ മുട്ടിക്കളിക്കുകയായിരുന്നു. സ്വന്തം ടീമിന് വേണ്ടി കളിക്കാതെ തന്റെ 50 നേടാൻ മാത്രമാണ് ബാബർ ശ്രമിച്ചത്. ICC റാങ്കിങ്ങിലെ 1ാം സ്ഥാനം തിരികെ പിടിക്കുക മാത്രമായിരുന്നു താരത്തിന്റെ ലക്ഷ്യം. വിരാട് കോഹ്ലിയുമായി ബാബറിനെ താരതമ്യം ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇനി പാകിസ്ഥാനെ നേരിടാനുള്ളത് ചിരവൈരികളായ ഇന്ത്യയെയാണ്. അഭിമാന പോരാട്ടത്തിൽ പാകിസ്ഥാന് വേണ്ടി ബാബർ ഫോമിലെത്തുമോ എന്ന് കണ്ടറിയാം.